നമസ്കാരം. 3ാം ക്ലാസ്സിലെ എൻ്റെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും ഇൻഫോമിററിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കുറച്ച് ചോദ്യോത്തരങ്ങൾ, ആക്ടിവിറ്റീസ് ആണ്. ഏത് ചാപ്റ്ററിൻ്റെയാ? 3 ബട്ടർഫ്ലൈസ്. അപ്പം 3 ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ ഒരു പാഠം? എല്ലാവരും കണ്ടായിരുന്നോ? അപ്പം അതിനകത്ത് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ടല്ലേ, കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് ആണ്. അപ്പം നമ്മൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം എല്ലാവരും പാഠമൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടാണോ ഇരിക്കുന്നത്? അപ്പം പാഠം പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം, അതിപ്പോൾ ടീച്ചറിൻ്റെ വീഡിയോ തന്നെ കാണണമെന്നില്ല, ഏതെങ്കിലും ഒരു വീഡിയോ കയറി കണ്ട് അത് പഠിച്ചതിന് ശേഷം മാത്രം ആക്ടിവിറ്റി ചെയ്യാനായിട്ട് വരിക, എന്നാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഒട്ടും വൈകണ്ട, നമുക്ക് ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. പേജ് നമ്പർ 40 നോക്കിയേ. ആക്ടിവിറ്റി 1 എന്താണ്? ആക്ടിവിറ്റി 1ൽ തന്നിരിക്കുന്നത് റൈറ്റ് വേർഡ്സ് ഫ്രം ദി പോയം ദാറ്റ് റൈം വിത്ത് ഡ്രൈ ഇൻ ദ ഫ്ലവർ പെറ്റൽസ്. എന്താണ് റൈമിംഗ് വേർഡ്സ്? കൊച്ചു ക്ലാസ് തൊട്ട് പഠിപ്പിക്കുന്നതാണ് അല്ലേ റൈമിംഗ് വേർഡ്സ്. നമ്മൾ പറയുമ്പോൾ ഒരുപോലെ നിർത്തുന്ന അല്ലെങ്കിൽ ഒരുപോലെ തോന്നുന്ന ചില വാക്കുകളില്ലേ? ഇവിടെ ഡ്രൈ എന്ന് തന്നിട്ടുണ്ട്, അതുപോലെ ഐ എന്ന് അവസാനിക്കുന്ന കുറച്ച് വാക്കുകൾ ഈ പാഠത്തിൽ തന്നെ ഉണ്ട്. നോക്കിയേ, സ്കൈ, ഡ്രൈ, സ്കൈ. ആദ്യത്തെ സൗണ്ട് നോക്കരുത്, ഡ് സൗണ്ട്, ഡ്രൈ, അത് നോക്കരുത്. അവസാനം ഐ എന്നല്ലേ നിർത്തിയത്, അത് നോക്കുക. ഡ്രൈ, സ്കൈ. പിന്നെ ഫ്ലൈ, മൈ, തൈ, ഹൈ, ഇതെല്ലാം ഐ എന്നല്ലേ നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാമാണ് എന്തെന്ന് പറയുന്ന റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഈസി അല്ലേ? ഈസി. അടുത്ത നോക്കിയ ആക്ടിവിറ്റി 2 fill in the boxes picking out phrases from the poem that show what the butterfly does. എന്താണ് ബട്ടർഫ്ലൈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളില്ലേ? എന്തൊക്കെയായിരുന്നു? പറക്കുന്നു, ബട്ടർഫ്ലൈ പറക്കുന്നു, എൻ്റെ തൈയിൽ വന്നിരിക്കുന്നു, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞില്ലേ? അങ്ങനെ അത് ചെയ്ത പ്രവർത്തികൾ, നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷൻസ്. അങ്ങനെ ബട്ടർഫ്ലൈ ചെയ്ത കുറേ ആക്ഷൻസ് ഇല്ലേ ഇതില്? അത് ഏതൊക്കെയാണെന്ന് ആ വരികളൊന്ന് വായിച്ച് മനസ്സിലാക്കി നോക്കിയേ. ഒരെണ്ണം പറയുമ്പോൾ മനസ്സിലാവും, ഒരെണ്ണം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഫ്ലൈ സോ ഹൈ. ഇപ്പൊ ബട്ടർഫ്ലൈയെ കാണാൻ എങ്ങനെയുണ്ട്, ബട്ടർഫ്ലൈയുടെ ശബ്ദം എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് ഇവിടെ നിൽക്കട്ടെ. ഇപ്പൊ ബട്ടർഫ്ലൈ ചെയ്യുന്ന പ്രവർത്തികൾ, അതിന്റെ ആക്ഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഫ്ലൈ സോ ഹൈ, ബട്ടർഫ്ലൈ എന്ത് ചെയ്യുന്നു? ഉയരത്തിൽ പറക്കുന്നു, അതൊരു ആക്ഷൻ ആണ്. പിന്നെന്ത് ചെയ്യുന്നു? ലാൻഡ്സ് ഓൺ മൈ തൈ, എൻ്റെ തൈയിൽ വന്നിരിക്കുന്നു, അതൊരു ആക്ഷൻ ആണ്. പിന്നെ മോഷൻലെസ്ലി ലൈസ്, ബട്ടർഫ്ലൈ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? ഒരു അനക്കവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ എന്താ? മോഷൻലെസ്ലി ആണ് ഇരിക്കുന്നത്. പിന്നെന്തുകൊണ്ട്? ഗ്രേസ്ഫുള്ളി ഡൈസ്. ഗ്രേസ്ഫുള്ളി ഡൈസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ മരിക്കുന്നു എന്നുള്ളതും പറഞ്ഞു. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് ഉള്ളത്, ആക്ഷൻസ് ആയിട്ടുള്ളത്. ഒന്ന് തന്ന് പിന്നെ നമ്മൾ 3 എണ്ണം കണ്ടുപിടിച്ചാൽ മതിയായിരുന്നല്ലോ. ടെക്സ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഈസി ആയിട്ട് മനസ്സിലാവുന്നല്ലേ. അടുത്ത നോക്കിയേ, ആക്ടിവിറ്റി 3 എന്താണ്? ഹിയറിംഗ് ദ റിക്വസ്റ്റ് ഓഫ് ദി ബട്ടർഫ്ലൈസ്. ബട്ടർഫ്ലൈ കുറേ പേരെടുത്ത് അപേക്ഷിച്ചു, റിക്വസ്റ്റ് ചെയ്തു. എന്തിനാ? മഴ വന്നപ്പോൾ അല്ലേ? Many friends in the garden offered them help. അപ്പൊ കുറച്ച് പേര് അവർക്ക് ഓഫർ ചെയ്തു. എന്ത്? സഹായം. ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞ കുറച്ച് പേരുണ്ട്. ആരൊക്കെയാ നോക്കിയേ? ദ പീകോക്ക് സെഡ്. പീകോക്ക് എന്താ പറഞ്ഞേ? എന്താ പീകോക്ക്? മയിൽ. എന്താ പറഞ്ഞേ? ബട്ടർഫ്ലൈസ്, ബട്ടർഫ്ലൈസ് കം വിത്ത് മീ. ബട്ടർഫ്ലൈസ് നീ എന്ത് ചെയ്യുക? നിങ്ങൾ എൻ്റെ കൂടെ വന്നോളൂ. വി ക്യാൻ പ്ലേ, നമ്മൾക്ക് ഡാൻസ്, നമുക്ക് എന്ത് ചെയ്യാം? കളിക്കാം. വി ക്യാൻ ഡാൻസ്, നമ്മൾക്ക് എന്ത് ചെയ്യാം? ഡാൻസ് ചെയ്യാം. വി ക്യാൻ സ്റ്റേ ടുഗെദർ, നമ്മൾക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് താമസിക്കാം, അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കാം എന്ന് ആര് പറയുന്നു? നമ്മുടെ പീകോക്ക് പറയുന്നു. അപ്പൊ പിന്നെ അടുത്തത് എന്താ തന്നിരിക്കുന്നത് നോക്കിയേ. ദ സ്പാരോ ജംപ്ഡ് അപ്പ് ആൻഡ് സാങ്. ഇനി ആര് വന്നു? സ്പാരോ. എന്ത് സ്പാരോ? കുരുവി. കുരുവി വന്നിട്ട് എന്ത് ചെയ്തു? സാങ്, പാടി. കുരുവി എന്താ പാടിയത്? വാട്ട് വുഡ് ദ സ്പാരോ ടെൽ ദ ബട്ടർഫ്ലൈസ്? എന്തായിരിക്കും ബട്ടർഫ്ലൈസിന്റെ അടുത്ത് കുരുവി പറഞ്ഞത്? The sparrow said, സ്പാരോ എന്ത് പറഞ്ഞു? ബട്ടർഫ്ലൈസ്, ബട്ടർഫ്ലൈസ് കം വിത്ത് മീ. ബട്ടർഫ്ലൈസ് നീ എങ്ങോട്ട് വരിക? എൻ്റെ കൂടെ വന്നേ. വി ക്യാൻ ഫ്ലൈ, നമുക്ക് പറക്കാം. വി ക്യാൻ സിങ്, നമ്മൾക്ക് പാടാം. വി ക്യാൻ സ്റ്റേ ടുഗെദർ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നമുക്ക് ഒരുമിച്ച് താമസിക്കാം എന്ന് ആര് പറയുന്നു? സ്പാരോ. സ്പാരോ ആരാണ്? കുരുവി പറയുന്നു. ഇനി ഏതാണ്? ആക്ടിവിറ്റി 4 ആണ്. ദ പീകോക്ക് ക്യാൻ ഡാൻസ്. പീകോക്കിന് എന്ത് ചെയ്യാൻ പറ്റും? നൃത്തം ചെയ്യാൻ പറ്റും അല്ലേ?
കണ്ടിട്ടുണ്ടോ പീക്കോക്ക് ഡാൻസ് ചെയ്യുന്നത്? മഴയൊക്കെ വരുന്ന സമയത്ത് പീലി വിടർത്തി ആടും. ആരാ? മയില് അല്ലേ? അപ്പൊ അത് സ്പാരോ ക്യാൻ സിങ്. ഇനി കുരുവി പാടില്ലേ? പാടും. വാട്ട് ക്യാൻ യു ഡു? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്തൊക്കെ ചെയ്യും? പാടുന്നവരുണ്ട്, ഡാൻസ് ചെയ്യുന്നവരുണ്ട്, ചെസ്സ് കളിക്കുന്നവരുണ്ട്, ഫുട്ബോൾ കളിക്കുന്നവരുണ്ട്, ടെന്നീസ് കളിക്കുന്നവരുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് അല്ലേ? ഓട്ടക്കാർ കാണും, ചാട്ടക്കാരന്മാർ കാണും അല്ലേ? കംപ്ലീറ്റ് ദ വേർഡ് വെർബ്. അപ്പൊ എന്താന്ന് നോക്കി ഇതിനകത്ത്? ഐ ക്യാൻ, എനിക്ക് എന്തൊക്കെ പറ്റും എന്നറിയാമോ? ഐ ക്യാൻ സ്വിം, സ്വിമ്മ് തന്നിട്ടുണ്ട്, നീന്താൻ പറ്റും. എനിക്ക് പിന്നെ എന്ത് പറ്റും? ഐ ക്യാൻ റൈറ്റ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എഴുതാനായിട്ട് പറ്റും. പിന്നെ ഐ ക്യാൻ റൺ, എനിക്ക് ഓടാൻ പറ്റും. ഐ ക്യാൻ സിങ്, ഐ ക്യാൻ ജംപ്, ഐ ക്യാൻ ഡാൻസ്, ഐ ക്യാൻ റീഡ്, ഐ ക്യാൻ തിങ്ക്. ഇതൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റും ഇല്ലേ? വേറെ കാര്യങ്ങൾ പറ്റുന്നവരുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും മാറ്റിയിട്ട് പറ്റുന്ന കാര്യം കൂടി എഴുതാം. ഓക്കെ ആണേ? ഇനി നോക്കിയേ, റൈറ്റ് എ സോങ് ഇൻ ദ ഫോളോയിങ് പാറ്റേൺ. ഇനി എന്താ അതിന്റെ ആക്ടിവിറ്റിയിൽ ബി പാർട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത്? എന്താണ്? റൈറ്റ് എ സോങ്, ഒരു പാട്ട് എഴുതണം. ഇൻ ദ ഫോളോയിങ് പാറ്റേൺ, താഴെ 2 വരികൾ തന്നിരിക്കുന്നില്ലേ, അതേപോലെയുള്ള വരികൾ എഴുതണം. ആ പാറ്റേൺ ഫോളോ ചെയ്തിട്ടുള്ള വരികൾ. അപ്പൊ ആ പാറ്റേൺ എന്താ നമുക്ക് ആദ്യം നോക്കാം അല്ലേ? ഐ ക്യാൻ ജംപ്, ഐ ക്യാൻ സ്വിം, ഐ ക്യാൻ സിങ് ആൻഡ് ഡാൻസ്. എന്താ? എനിക്ക് ചാടാൻ പറ്റും, എനിക്ക് നീന്താൻ പറ്റും, എനിക്ക് പാടാൻ പറ്റും, എനിക്ക് നൃത്തം ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതൊക്കെ വെച്ച് അങ്ങോട്ട് എഴുതിക്കൂടെ? എഴുതാം നമുക്ക്. ഐ ക്യാൻ റീഡ്, ഐ ക്യാൻ തിങ്ക്, ഐ ക്യാൻ റൺ ആൻഡ് ഡ്രിങ്ക്, ഐ ക്യാൻ വാക്ക്, ഐ ക്യാൻ ബാത്ത്, ഐ ക്യാൻ ഈറ്റ് ആൻഡ് സ്ലീപ്പ്. അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ? അത് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് എഴുതാം. നമ്മളിവിടെ കുഞ്ഞു കാര്യങ്ങൾ, അപ്പോൾ കുഞ്ഞു മക്കളല്ലേ, അപ്പോൾ കുഞ്ഞു കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. റൈറ്റ് ചെയ്യുന്നത് എഴുതാം, റീഡ് ചെയ്യുന്നത് എഴുതാൻ പറ്റും, ഡ്രിങ്ക് ചെയ്യുന്നത് എഴുതാം, ഈറ്റ് ചെയ്യുന്നത് എഴുതാം, ജംപ് ചെയ്യുന്നത് എഴുതാം, റൺ ചെയ്യുന്നത് എഴുതാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇനി അടുത്ത എന്താ? ആക്ടിവിറ്റി 5 ആണ്. 5ാമത്തെ ആക്ടിവിറ്റി നോക്കിയേ. ഹൂ ഈസ് സിറ്റിംഗ് നിയർ യു? നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആരാ സ്കൂളില്? റൈറ്റ് ഹിസ് ഓർ ഹർ നെയിം. അപ്പോൾ അവരെ പേരെഴുതിയേ. അപ്പം ഞാനൊരു പേര് പറഞ്ഞു, നന്ദന. അപ്പം നിങ്ങളുടെ അടുത്തിരിക്കുന്ന കുട്ടിയുടെ പേര് എഴുതുക. വാട്ട് ക്യാൻ ഹി ഓർ ഷീ ഡു? റൈറ്റ് ദം ഡൗൺ. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചില കുട്ടികൾ, എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയില്ലേ നന്നായിട്ട് പാടും, എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടിയില്ലേ നന്നായിട്ട് ഡാൻസ് ചെയ്യും എന്നൊക്കെ നമ്മൾ പറയില്ലേ? അപ്പം അങ്ങനെ എന്തൊക്കെ കഴിവുകളാണ് നിങ്ങളുടെ അടുത്തിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിക്കുള്ളത്? അപ്പം നോക്കിയേ, ഫ്രണ്ടിൻ്റെ പേരാണ് ആദ്യം എഴുതേണ്ടത്. നന്ദന നമ്മൾ എഴുതി. അപ്പം എന്തൊക്കെ നന്ദന ചെയ്യുന്നേ? ഷീ ക്യാൻ സിങ്, പാട്ട് പാടാൻ പറ്റും. ഷീ ക്യാൻ ഡാൻസ്, ഡാൻസ് ചെയ്യാൻ പറ്റും. ഷീ ക്യാൻ പ്ലേ ബാസ്കറ്റ് ബോൾ, എന്ത് ചെയ്യാൻ പറ്റും? ബാസ്കറ്റ് ബോൾ കളിക്കാൻ പറ്റും. ഷീ ക്യാൻ റൺ, അവൾക്ക് ഓടാൻ പറ്റും. ഓ, സകലകലാ വല്ലഭയാണല്ലേ, എല്ലാം ചെയ്യുന്ന നല്ല മിടുക്കി കുട്ടിയാണ്. അപ്പം നമ്മളും അങ്ങനെയല്ലേ? എനിക്കും അറിയാം ടീച്ചറെ, ഞാനും ഇതൊക്കെ ചെയ്യും അല്ലേ? അപ്പം നമുക്ക് എന്തൊക്കെയാ പറ്റുന്നതെന്ന് നമുക്ക് എഴുതേണ്ടി വരും അല്ലേ? അത് നമുക്ക് എഴുതണ്ടേ? നമ്മൾ അവരെക്കാളും മിടുക്കരല്ലേ നമ്മളെല്ലാവരും? അപ്പൊ നമുക്ക് എഴുതാം. എന്താ ചോദിച്ചിരിക്കുന്നേ? റൈറ്റ് ഇൻ ദ ബോക്സ് ബിലോ വാട്ട് യു ക്യാൻ ആൻഡ് യുവർ ഫ്രണ്ട് ക്യാൻ ഡു. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഫ്രണ്ടിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് താഴെ ദേ കണ്ടോ ബോക്സ്? ആ ബോക്സിൽ എഴുതിയേ. ഐ, ആദ്യം തന്നിരിക്കുന്ന ആരുടെ പേരാ? ഐ. എനിക്ക് എന്തൊക്കെ പറ്റും? ഐ ക്യാൻ പ്ലേ ഫുട്ബോൾ, എനിക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റും. ഐ ക്യാൻ റൈറ്റ് പോയം, ഓ ഞാൻ കവിത എഴുതും, ഞാൻ പോയം എഴുതുന്ന ആളാണ്. ക്യാൻ പ്ലേ ചെസ്, എനിക്ക് ചെസ് കളിക്കാൻ പറ്റും. ക്യാൻ സ്വിം, എനിക്ക് നീന്തൽ അറിയാം. മിടുക്കരാണല്ലോ. ഇനി എൻ്റെ ഫ്രണ്ട് എന്തൊക്കെ ചെയ്യും? അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. എന്താ? ഷീ ക്യാൻ പ്ലേ ബാസ്കറ്റ് ബോൾ, ഷീ ക്യാൻ സിങ്, ഷീ ക്യാൻ ഡാൻസ്, ഷീ ക്യാൻ റൺ. ഇത്രയും കാര്യങ്ങൾ എൻ്റെ ഫ്രണ്ട് ചെയ്യും. അവർക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പം എല്ലാവരും മിടുക്കരാണല്ലേ, മിടുക്കര് മക്കളാ എല്ലാവരും. അപ്പൊ എന്താ? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യുവർ ഫ്രണ്ട് ക്യാൻ ഡു ബട്ട് യു കാൺട്ട്. എന്താണ്? വാട്ട് ആർ ദ തിങ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് ദാറ്റ് യുവർ ഫ്രണ്ട് ക്യാൻ ഡു, നിന്റെ കൂട്ടുകാരിക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ബട്ട് യു കാൺട്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത എന്നാൽ നിങ്ങളുടെ ഫ്രണ്ട് ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? മൈ ഫ്രണ്ട് ക്യാൻ സിങ്, എൻ്റെ ഫ്രണ്ടിന് പാട്ട് പാടാൻ പറ്റും. ബട്ട് ഐ കാൺ സിങ്, പക്ഷെ എനിക്ക് പാടാൻ പറ്റില്ല. പിന്നെന്താ? മൈ ഫ്രണ്ട് ക്യാൻ ഡാൻസ്, എൻ്റെ ഫ്രണ്ടിന് ഡാൻസ് ചെയ്യാൻ പറ്റും. ബട്ട് ഐ കാൺ ഡാൻസ്, പക്ഷെ എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല. മൈ ഫ്രണ്ട് ക്യാൻ പ്ലേ ബാസ്കറ്റ് ബോൾ, ബട്ട് ഐ കാൺ പ്ലേ ബാസ്കറ്റ് ബോൾ, എനിക്ക് ബാസ്കറ്റ് ബോൾ കളിക്കാൻ പറ്റില്ല. മൈ ഫ്രണ്ട് ക്യാൻ റൺ, ബട്ട് ഐ കാൺ റൺ. മനസ്സിലായോ? പറ്റും പറ്റില്ല എന്നുള്ളതിന്. അപ്പൊ എന്താ പറഞ്ഞത് ഇവിടെ? ക്യാൻ സിങ് എന്ന് പറഞ്ഞാൽ എന്താ? അവൾക്ക് സാധിക്കും. ഷീ ക്യാൻ, മൈ ഫ്രണ്ട് ക്യാൻ സിങ്. അപ്പൊ ക്യാൻ എന്ന് പറയുന്നത് കഴിയും. അപ്പൊ കഴിയില്ല എന്ന് പറയുന്നത് കനോട്ട് അല്ലെങ്കിൽ കോണ്ട്. CAN എഴുതിയിട്ട് ഒരു അപ്പോസ്ട്രഫി കൊടുത്തിട്ട് T. അതിൻ്റെ അർത്ഥം എന്തുവാ?
കഴിയില്ല. മറ്റേത് കഴിയും, ഇത് കഴിയില്ല. അത് മനസ്സിലാക്കാനാണ് ഇത് തന്നിരിക്കുന്നത് കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 6 വേർഡ് ചെയിൻ. എന്താണ്? വേർഡ് ചെയിൻ ആണ് തന്നിരിക്കുന്നത്. ഹെൽപ്പ് ദ ബട്ടർഫ്ലൈ റീച്ച് ദ ഫ്ലവർ ബൈ ഫില്ലിംഗ് അപ്പ് ദി ബോക്സസ്. എന്താണ്? ഒരു ബട്ടർഫ്ലൈ ഇവിടെ നിപ്പുണ്ട്. നമ്മൾ പണ്ടൊക്കെ നമ്മൾ ചെയ്യാറില്ലേ, കളിക്കുടുക്കയിലൊക്കെ വഴി കാണിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ്, അതിൻ്റെ വേറൊരു മോഡലായത്. എന്താണെന്ന് അറിയാമോ? ഈ ബട്ടർഫ്ലൈക്ക് എവിടെ ചെല്ലണം? അതിൻ്റെ എവിടെയാ പോകേണ്ട? ഫ്ലവറിലേക്ക് പോകണം ബട്ടർഫ്ലൈക്ക്. ഹെൽപ്പ് ദ ബട്ടർഫ്ലൈ റീച്ച് ദി ഫ്ലവർ. എങ്ങോട്ട് പോകാനാ? ഫ്ലവറിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് നമ്മൾ ആരെ സഹായിക്കണം? ബട്ടർഫ്ലൈയെ സഹായിക്കണം. എങ്ങനെ? ബൈ ഫില്ലിംഗ് അപ്പ് ദി ബോക്സസ്. ഈ തന്നിരിക്കുന്ന ബോക്സ് ഫില്ല് ചെയ്താലേ ചെല്ലാൻ പറ്റുള്ളൂ. നോക്കിയേ, ബട്ടർഫ്ലൈ കഴിഞ്ഞൊരു ആരോ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ആരോ കൊടുത്തിട്ടുണ്ട് താഴോട്ട്, പിന്നെ ലെഫ്റ്റ്, താഴോട്ട്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്. അപ്പോഴാണ് ഫ്ലവർ എത്തിയേക്കുന്നത്. അപ്പൊ ആ വാക്കുകൾ ഏതാന്ന് കൃത്യമായിട്ട് കണ്ടുപിടിച്ചാലേ ബട്ടർഫ്ലൈക്ക് അവിടെ എത്താൻ പറ്റൂ. യു മേ ബിഗിൻ ദ നെക്സ്റ്റ് വേർഡ് വിത്ത് ദ ലാസ്റ്റ് ലെറ്റർ ഓഫ് ദ പ്രീവിയസ് വേർഡ്. എന്താണ്? മുകളിൽ കണ്ടോ? ഇത് നമുക്ക് എളുപ്പമാണല്ലോ. ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈയുടെ അവസാനത്തെ അക്ഷരം ഏതാ? വൈ. അപ്പോ അടുത്ത അക്ഷരം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ലെറ്ററിലാണ്? ഈ വൈയിലാ സ്റ്റാർട്ട് ചെയ്യണ്ടേ. നമ്മൾ എഴുതിയിരിക്കുന്ന വാക്കിൻ്റെ, ആദ്യം എഴുതിയ വാക്കിൻ്റെ അവസാനത്തെ ലെറ്റർ കൊണ്ടാണ് നെക്സ്റ്റ് വാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നെക്സ്റ്റ് വാക്കിന്റെ അവസാനത്തെ അക്ഷരം കൊണ്ട് അടുത്ത വാക്ക് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഓരോന്നിൻ്റെയും എൻഡിൽ വരുന്ന അക്ഷരങ്ങൾ വെച്ചിട്ടാണ് നെക്സ്റ്റ് വേർഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ്? നോക്കിയേ, യെല്ലോ. യെല്ലോയുടെ ലാസ്റ്റ് അക്ഷരം ഏതാ? ഡബ്ല്യു. അപ്പം നെക്സ്റ്റ് വാക്ക് നമുക്ക് ഏതിലാ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഡബ്ല്യൂല്. അപ്പൊ ഡബ്ല്യൂല് നമുക്ക് വാട്ടർ കിട്ടി. വാട്ടറിന്റെ ലാസ്റ്റ് അക്ഷരം ഏതാണ്? ആർ. അപ്പൊ ആറിലാണ് അടുത്ത വാക്ക് തുടങ്ങേണ്ടത്, അടുത്ത വേർഡ് തുടങ്ങേണ്ടത്. അപ്പൊ ആറിൽ തുടങ്ങി റീഡ്. അപ്പൊ റീഡ്. റീഡിന്റെ അവസാനത്തെ ഒരു അക്ഷരം ഏതാ? ഡി. അപ്പൊ ഡിയിൽ നമ്മൾ അടുത്ത വേർഡ് സ്റ്റാർട്ട് ചെയ്യണം. ഏതാ? ഡോഗ്. അപ്പൊ ഡോഗ് അവസാനിക്കുന്നത് ഏതിലാ? ജിയിൽ. അപ്പൊ ജിയിൽ അടുത്ത വാക്ക് സ്റ്റാർട്ട് ചെയ്തേ ഗേൾ. ഗേൾ അവസാനിക്കുന്നത് ഏതിലാ? എല്ലിൽ. അപ്പൊ എല്ലില് അടുത്തത് സ്റ്റാർട്ട് ചെയ്തേ ലീഫ്. അത് കഴിഞ്ഞ് ലീഫ് അവസാനിക്കുന്നത് എഫ്. അപ്പൊ എഫിൽ സ്റ്റാർട്ട് ചെയ്യണം ഫ്ലവർ. ഓക്കെ ആണേ? ഈസി അല്ലേ ഇതൊക്കെ? നമുക്കിതൊക്കെ കണ്ടാൽ മനസ്സിലാവൂലേ? എല്ലാവരും എടുക്കരല്ലേ? അപ്പൊ അടുത്ത നോക്കിയേ, ആക്ടിവിറ്റി 7. Look at what the yellow butterfly says about herself and her friends. എന്താണ്? നോക്കിയേ, look at what the yellow butterfly says. എന്താ? യെല്ലോ ബട്ടർഫ്ലൈ ഇവിടെ കണ്ടോ? അത് എന്താ പറയുന്നേ? about herself and her friends. അവരെ പറ്റിയും അവരുടെ ഫ്രണ്ട്സിനെ പറ്റിയും ഒക്കെ ഈ യെല്ലോ ബട്ടർഫ്ലൈ എന്തുവാ പറയുന്നേ? I am a yellow butterfly. ഞാൻ ആരാ? ഒരു യെല്ലോ ബട്ടർഫ്ലൈ ആണ്. I live in a garden. ഞാൻ ഇവിടെ താമസിക്കുന്നു. ഞാനൊരു പൂന്തോട്ടത്തിലാണ് താമസിക്കുന്നേ. There are 2 other butterflies like me in the garden. എൻ്റെ കൂടെ വേറെ 2 ബട്ടർഫ്ലൈസും കൂടി ഉണ്ട്. എന്നെ പോലെയുള്ള 2 ബട്ടർഫ്ലൈസും ഉണ്ട്. എവിടെയാ? ഗാർഡനിൽ. I have many other friends as well. അത് കൂടാതെ എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. They are frogs, പിന്നെ ഡ്രാഗൺ ഫ്ലൈസ്, പാരറ്റ്സ്, സ്പാരോസ് ആൻഡ് പീക്കോക്സ്. ആരൊക്കെയാ? ഫ്രോഗ്സ് തവള, ഡ്രാഗൺ ഫ്ലൈ ആരാ? നമ്മുടെ തുമ്പി, പാരറ്റ് തത്ത, സ്പാരോ കുരുവി, പീക്കോക്ക് മയിൽ. ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാ. വി പ്ലേ ആൻഡ് ഡാൻസ് ടുഗദർ. ഞങ്ങൾ ഒരുമിച്ച് കളിക്കുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്യും. വി ആർ ഓൾ വെരി ഹാപ്പി. ഞങ്ങൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഇത്രയും ആരാ പറഞ്ഞേ? യെല്ലോ ബട്ടർഫ്ലൈ പറഞ്ഞ കാര്യങ്ങളല്ലേ? അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നേ? നൗ റൈറ്റ് അബൌട്ട് യുവർ സെൽഫ് ആൻഡ് യുവർ ഫ്രണ്ട്സ്. ഇനി നമ്മളും പറയണം. യെല്ലോ ബട്ടർഫ്ലൈയുടെ കാര്യവും യെല്ലോ ബട്ടർഫ്ലൈയുടെ ഫ്രണ്ട്സിന്റെ കാര്യവും ഒക്കെ പറഞ്ഞല്ലേ? അപ്പൊ നമുക്കില്ലേ ഫ്രണ്ട്സ്? നമ്മളും താമസിക്കുന്ന സ്ഥലമൊക്കെ ഇല്ലേ? അപ്പൊ നമ്മുടെ കാര്യം നമ്മൾ പറയണ്ടേ? ഒന്ന് പറഞ്ഞേ. മൈ നെയിം ഈസ് ലക്ഷ്മി. എൻ്റെ പേരെന്താ? ലക്ഷ്മി എന്നാണ്. ഐ ലിവ് ഇൻ മൈ ഹോം. ഞാൻ ഇവിടെ താമസിക്കുന്നു, എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നേ. There are 2 other members in my family. എൻ്റെ വീട്ടിൽ 2 പേരും കൂടി ഉണ്ട് താമസിക്കാൻ. My father and mother. എൻ്റെ അച്ഛനും അമ്മയും. I have many friends too. എനിക്ക് ഒരുപാട് കൂട്ടുകാരുമുണ്ട്. They are ഗൗരി, നന്ദന ആൻഡ് കൃഷ്ണ. ആരൊക്കെയാ? ഗൗരിയുണ്ട്, നന്ദനയുണ്ട്, കൃഷ്ണയുണ്ട്. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാ. വി പ്ലേ ടുഗെദർ. നമ്മൾ ഒരുമിച്ചാണ് കളിക്കുന്നത്. വി ആർ വെരി ഹാപ്പി. ഞങ്ങളും വളരെ സന്തോഷത്തിലാണ് എന്ന് ആര് പറയുന്നു? ഞാൻ. അപ്പം നിങ്ങളുടെ പേര് എഴുതുക, എന്നിട്ട് നിങ്ങളുടെ വീട്ടിലെ കാര്യവും കൂട്ടുകാരുടെ കാര്യവും ഒക്കെ എഴുതുക കേട്ടോ. അടുത്ത നോക്കിയേ, പ്രോജക്റ്റ് വർക്ക് ആണല്ലേ? എന്താ പ്രോജക്റ്റ് വർക്ക്? ദ ബട്ടർഫ്ലൈസ് ആർ യുവർ ഫ്രണ്ട്സ്. ബട്ടർഫ്ലൈസ് നിങ്ങളുടെ സുഹൃത്തുക്കളാണല്ലേ? ദർ ആർ എ ലോട്ട് ഓഫ് ബീയിങ്സ് ഇൻ ആൻഡ് അറൌണ്ട് യുവർ ഹൗസ്. നിങ്ങളുടെ വീടിനും അതിന് ചുറ്റുമായിട്ട് കുറേ ജീവികളില്ലേ?
കളക്ട് ദെയർ പിക്ചേഴ്സ് ആൻഡ് പേസ്റ്റ് ദം ഇൻ യുവർ നോട്ട്ബുക്ക്. അപ്പം അവരുടെയൊക്കെ പിക്ചർ എടുത്ത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒട്ടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഈച്ച് വൺ ഓഫ് ദം. വെറുതെ ഫോട്ടോ ഒട്ടിച്ചാൽ പോരാ, അവരെ പറ്റി കുറച്ച് സെൻറ്റൻസ് നമ്മൾ എഴുതണം. യു മേ റൈറ്റ് ഇറ്റ്സ് നെയിം. എന്തൊക്കെ എഴുതണ്ടേ? അതിൻ്റെ പേര്, അതിൻ്റെ കളറ്, സൈസ്, വേറെ എന്തെങ്കിലും അതിന് പ്രത്യേകത, അപ്പിയറൻസ്, അതിൻ്റെ കാണുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ, പിന്നെ അതിൻ്റെ ഫുഡ് ഹാബിറ്റ്സ്, എന്തൊക്കെ കഴിക്കണേ, വേർ ദേ ലിവ്, എവിടെ അവർ താമസിക്കുന്നു, എക്സെട്ര, അതൊക്കെ എഴുതണം. യു മേ ഓൾസോ റൈറ്റ് വെദർ യു ലൈക്ക് ദം ഓർ നോട്ട് ആൻഡ് ഗീവ് റീസൺസ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം? നിങ്ങൾക്ക് അതിനെ ഇഷ്ടമാണോ, ഇഷ്ടമല്ലേ, അപ്പൊ എന്തുകൊണ്ട് ഇഷ്ടമായി, എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്ന കാര്യം കൂടെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. അപ്പൊ ഞാൻ 2 എണ്ണം പറയട്ടെ. പാരറ്റ് പറയട്ടെ. പാരറ്റ്, ഇറ്റ്സ് കളർ ഈസ് ഗ്രീൻ. പാരറ്റിന്റെ കളർ എന്തുവാ? ഗ്രീൻ ആണ്. ഇറ്റ് ഹാസ് റെഡ് ബീക്ക്. അതിന്റെ കൊക്കിന്റെ കളർ എന്താ? റെഡ് ആണ്. ഇറ്റ് ഈറ്റ്സ് ഫ്രൂട്ട്സ് ആൻഡ് ഗ്രെയിൻസ്. എന്തൊക്കെയാ അത് കഴിക്കണേ? ഫ്രൂട്ട്സ്, പഴങ്ങളും ധാന്യങ്ങളും ഒക്കെ കഴിക്കും. ഇറ്റ് ലിവ്സ് ഇൻ എ സ്മോൾ ഹോൾ ഇൻ ദ നിയർ ബൈ ട്രീ. തൊട്ടടുത്ത ഒരു മരത്തിനകത്തൊരു പൊത്തുണ്ട്, അതിലാ അത് താമസിക്കുന്നത്. വേറൊരാളുടെ കാര്യമുണ്ട്. സ്പാരോ. ആരാ? കുരുവി. ബ്രൗൺ ഇൻ കളർ. എന്ത് കളറാ? ബ്രൗൺ കളറാ. സ്മോൾ സൈസ്, ചെറുതാണ്. കളക്ട്സ് ഫുഡ് ഫ്രം ദി സറൗണ്ടിങ്സ്. നമ്മുടെ ചുറ്റും വന്നിങ്ങനെ കൊത്തിപ്പറക്കുന്ന കാണാല്ലേ ഭക്ഷണം. ലിവ്സ് ഇൻ ട്രീസ്. എവിടെ താമസിക്കുന്നു? മരങ്ങളിലാ താമസിക്കുന്നേ. അപ്പൊ വേറെ ഏതെങ്കിലും ജീവിയുടെ കാര്യം അറിയാമോ? അറിയാമെങ്കിൽ അത് എഴുതാട്ടോ. ഇനി നോക്കിയേ, മൈ വേർഡ്സ്. ഇനി ഇതാ നോക്കിയേ, ഒരു മനോഹരമായ പിക്ചർ തന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ കെയർഫുള്ളി. ആ പിക്ചർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇൻ ദ പാസേജ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബോക്സ് ഗിവൺ ബിലോ. എന്തുവാ? താഴെ കണ്ടോ, ഈ ദിസ് ഈസ് അമ്മൂസ് ഗാർഡൻ, there are many flowers in the garden, smooth white, കഴിഞ്ഞൊരു ഡാഷ് കണ്ടോ? അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറേ ഡാഷുകളുണ്ടല്ലേ, ഇത് നമ്മൾ ഫില്ല് ചെയ്യണം. എവിടുന്നാ ഫില്ല് ചെയ്യണ്ടെന്നേ? ദാ നോക്കിയേ, ഇങ്ങനൊരു ബോക്സ് തന്നിരിക്കുന്നില്ലേ? ക്ലൗഡി, പെറ്റൽസ്, മോഷൻലെസ്ലി, പെബിൾസ്, ഷെൽട്ടർ, സക്കിങ്, ഗ്രേസ്ഫുള്ളി, ചേസിങ് വിങ്സ്. അപ്പൊ ഇതെടുത്തിട്ട് ഇതിൽ എവിടെയാണോ അത് എഴുതേണ്ടുന്നത്, നമുക്ക് ഏതെങ്കിലും എടുത്ത് എവിടെയെങ്കിലും എഴുതാൻ പറ്റുമോ? അർത്ഥം കറക്റ്റായിട്ട് വരുന്നിടത്ത് ഏത് വാക്കാണ് സ്യൂട്ട് അതെടുത്ത് എഴുതണം. ഈസിയാണ്, വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. നോക്കാം. ദിസ് ഈസ് അമ്മൂസ് ഗാർഡൻ. ഇത് ആരുടെ ഗാർഡനാ? ആരുടെ പൂന്തോട്ടമാ? അമ്മുവിൻ്റെയാ. ദർ ആർ മെനി ഫ്ലവേഴ്സ് ഇൻ ദ ഗാർഡൻ. ഈ ഗാർഡനിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. സ്മൂത്ത് വൈറ്റ് പെബിൾസ് ഫിൽ ഇൻ ദി ഗാർഡൻ പാത്ത്. ഗാർഡന്റെ വഴിയിൽ എന്താണ് ഇട്ടിരിക്കുന്നത്? പെബിൾസ് ആണ്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള കുഞ്ഞുരുളൻ കല്ലുകളുണ്ട്. ആ ബട്ടർഫ്ലൈ ഈസ് ഗ്രേസ്ഫുള്ളി ഫ്ലൈയിങ് റൗണ്ട് എ ഫ്ലവർ. ഒരു ബട്ടർഫ്ലൈ വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് എവിടെ ഇങ്ങനെ പറന്ന് നടക്കുക? ഒരു ഫ്ലവറിന് ചുറ്റും പറന്ന് നടക്കുക. അനദർ വൺ ഈസ് സിറ്റിംഗ് ഓൺ എ ഫ്ലവർ മോഷൻലെസ്ലി. വേറൊരെണ്ണം ഇരിപ്പുണ്ട്. എവിടെയാ? ഫ്ലവറിൽ. ഒരനക്കവും ഇല്ല, മോഷൻലെസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇറ്റ് ഈസ് സക്കിംഗ് നെക്ടർ ഫ്രം ദ ഫ്ലവർ. ആ പൂവിൽ നിന്നും തേൻ നുകർന്ന് കുടിക്കുക. അതുകൊണ്ട് അനങ്ങാതിരിക്കുന്ന ആരാ? മോഷൻലെസ് ആയിട്ട് ഒരു ബട്ടർഫ്ലൈ അവിടെ ഇരിപ്പില്ലേ, അത്. ദ പെറ്റൽസ് ഓഫ് ദ ഫ്ലവർ ആർ യെല്ലോ. അപ്പൊ ആ പൂക്കളുടെ ഇതളുകൾ, പെറ്റൽസ്, അതിന്റെ കളർ എന്തുവാ? യെല്ലോ, മഞ്ഞ നിറമാ. there is a kitten chasing a green grasshopper. ദാ കണ്ടോ, ഒരു പൂച്ച ഒരു ഗ്രീൻ കളർ ഗ്രാസ് ഹോപ്പറിന്റെ പിറവേ പോകുന്നത് നമ്മൾ കണ്ടല്ലേ. അപ്പൊ അങ്ങനെ പറഞ്ഞു. ദ സ്കൈ ഈസ് ക്ലൗഡി. സ്കൈ കണ്ടോ, എന്താ? മേഘങ്ങളുണ്ട്. ഇറ്റ് മേ റെയിൻ. മഴ പെയ്യുമായിരിക്കും അല്ലേ. A small bird is flapping its wings. ഇനി ആരാ? ഒരു കുഞ്ഞു ബേർഡ് അതിന്റെ വിങ്സ് ഇട്ടിങ്ങനെ അടിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഫ്ലൈയിങ് ടുവേർഡ്സ് ഇറ്റ്സ് നെസ്റ്റ്. കണ്ടോ, അത് എങ്ങോട്ടേക്ക് പോവാ? അതിന്റെ വീട്ടിലേക്ക് പോകുകയാ. ദ ബേർഡ് ഹാസ് ഫൗണ്ട് ഇറ്റ്സ് ഷെൽട്ടർ. അത് എന്ത് കണ്ടെത്തി? അതിന്റെ അഭയം കണ്ടെത്തി, അതിന്റെ വീട് കണ്ടെത്തി. എളുപ്പമല്ലേ? ഈസിയാണ്. ഇനി റൈറ്റ് ദി ന്യൂ വേർഡ്സ് യു ഹാവ് ലേൺഡ്. ഈ തന്നിരിക്കുന്നതിൽ പുതിയ വാക്കുകൾ ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏതെങ്കിലും സെന്റൻസസിൽ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിക്കുക. എന്തായാലും 1-2 എണ്ണം ഞാൻ ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. കൂടുതലായിട്ടുള്ളത് ടീച്ചർ പറയുകയാണെങ്കിൽ എഴുതുക. അടുത്ത നോക്കിയേ, ഡു യു റിമെമ്പർ ഹൂ സെഡ് ദീസ്? പോയൊക്കെ ഓർമ്മയുണ്ടോ? ഉണ്ടേ. അപ്പൊ ആരാ ഇത് പറഞ്ഞതെന്ന് അറിയാമോ? അറിയാമേ. എന്നാ ചോദിക്കട്ടെ. No dear, I won't stay here, sending away my friends in dismay. ആരാ അത് പറഞ്ഞത്? എൻ്റെ കൂട്ടുകാരെ ഇട്ടിട്ട് ഞാൻ വരത്തില്ലാന്ന്. വൈറ്റ് ബട്ടർഫ്ലൈ. അടുത്ത, sunflower, it's raining heavily.
ഷോൾ വി സ്റ്റേ ഹിയർ ടിൽ ദ റെയിൻ ഈസ് ഓവർ? സൺഫ്ലവറിനോട് പോയി ചോദിക്കുന്നില്ലേ മഴ തീരുന്നതും വരെ ഞങ്ങൾ ഇവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചത് ആരാ? 3 ബട്ടർഫ്ലൈസും കൂടെ, ദ 3 ബട്ടർഫ്ലൈസ്. പിന്നെ മൈ ഫേവറേറ്റ് ഫെലോസ് ദി റെഡ് ആൻഡ് ദി യെല്ലോ വൺസ് യു ക്യാൻ സ്റ്റേ വിത്ത് മീ ടിൽ ഇറ്റ് സ്റ്റോപ്സ് റെയിനിങ്. മഴ തീരുന്നത് വരെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള യെല്ലോയും റെഡും ഇവിടെ ഇരുന്നോ എന്ന് ആരാ പറഞ്ഞത്? സൺഫ്ലവർ. ബട്ട് ഐ ക്യാൻ ലെറ്റ് ഇൻ ഹിയർ ഓൺലി ദ വൈറ്റ് വൺ. ഞാൻ അകത്തോട്ട് വൈറ്റിനെ മാത്രമേ വിടൂ എന്ന് പറഞ്ഞത് ആരാ? വൈറ്റ് ലിലി. നമുക്ക് ഓർമ്മയുണ്ടല്ലേ, പഠിച്ചൊന്നും മറന്നിട്ടില്ലല്ലോ, എല്ലാവരും എടുക്കരാ. ഇനി എന്താ ലാസ്റ്റ് അല്ലേ, ഒരെണ്ണം കൂടിയേ ഉള്ളൂ. എന്താ നോക്കിയേ, ഐ അണ്ടർസ്റ്റുഡ് ദി സ്റ്റോറി 3 ബട്ടർഫ്ലൈസ്. 3 ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ സ്റ്റോറി ഞാൻ നന്നായിട്ട് മനസ്സിലാക്കി. ഐ റിമെമ്പർ ദ ഇവന്റ്സ് ഇൻ ദ സ്റ്റോറി. എനിക്ക് അതിലെ സംഭവങ്ങളൊക്കെ നല്ല ഓർമ്മയുണ്ട്. I can now complete the sentences by supplying suitable words. എന്താണ് I can now complete? എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. the sentences ഒക്കെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? by supplying suitable words. കറക്റ്റ് വേർഡ്സ് ഏതൊക്കെയാ വേണ്ടുന്നത് എന്ന് കറക്റ്റ് ആയിട്ടിട്ട് അത് ഫിൽ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. എന്തൊക്കെയാ നോക്കിയേ, the sun was pleased to see the love and care among the butterflies. പിന്നെ the 3 butterflies got wet in the rain. മഴയിൽ വെറ്റായി, നനഞ്ഞു. The butterflies looked for shelter. The 3 butterflies played in the garden. അതായി 4 എണ്ണം തന്നിട്ടുണ്ട്. ആ നടുക്ക് played, pleased, looked, wet 4 എണ്ണം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് എടുത്ത് എഴുതിയാൽ മതി. നമുക്കതൊക്കെ അറിയാല്ലേ, ഈസിയാണ്. ലെറ്റ് മീ കളർ ദി വിങ് വിത്ത് ദ ഫസ്റ്റ് ഇവന്റ് ഓഫ് ദി സ്റ്റോറി യെല്ലോ, ദ വൺ വിത്ത് ദ സെക്കൻഡ് ബ്ലൂ, ദ വൺ വിത്ത് ദ തേർഡ് റെഡ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഗ്രീൻ. എന്താ കളർ ചെയ്യാൻ തന്നിരിക്കുന്നതിനകത്ത് ഏതൊക്കെ കളറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ യെല്ലോ കൊണ്ട് ഫില്ല് ചെയ്യും, രണ്ടാമത്തത് ബ്ലൂ കൊണ്ട് ഫില്ല് ചെയ്യും, പിന്നെ മൂന്നാമത്തത് റെഡ് കൊണ്ട് ഫില്ല് ചെയ്യും, നാലാമത്തെ വിങ് നമ്മൾ ഏത് കളർ കൊണ്ടാ ഫില്ല് ചെയ്യണേ? ഗ്രീൻ കൊണ്ട് ഫില്ല് ചെയ്യും. അപ്പൊ അത്രയും കൂടി ആകുമ്പോൾ 3 ബട്ടർഫ്ലൈസ് തീർന്നു. ഇനി മൗഗ്ലി ആണല്ലേ. മൗഗ്ലി എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നതല്ലേ. അപ്പൊ ഈസി അല്ലേ ഈ 3 ബട്ടർഫ്ലൈസിന്റെ ആക്ടിവിറ്റീസ്? എളുപ്പമാണ്. തനിയെ ചെയ്യാൻ പറ്റുമെങ്കിൽ തനിയെ ചെയ്യാം. ഒട്ടും പറ്റാത്തവർ മാത്രം നോട്ട്സ് ഇതിനൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. അപ്പം മിടുക്കരായിരിക്കണം, നന്നായിട്ട് പഠിക്കണം. EVS ടീച്ചർ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. 2nd and 3rd ചാപ്റ്റർ തിരക്കായി പോയി, സമയം കിട്ടിയില്ല. പാരൻസിനോട് പറയുകയാണ്, സമയം കിട്ടാഞ്ഞതുകൊണ്ടാണ്. ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും നല്ല മിടുക്കരായിട്ട് പഠിക്കണം. ഓൾ ദ ബെസ്റ്റ്.